തൃശൂർ CPM ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ നേതൃത്വത്തിനെതിരെയും സംസ്ഥാന സർക്കാരിനെതിരെയും പൊതുചർച്ചയിൽ രൂക്ഷ വിമർശനം. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ നേതൃത്വം തുടർന്ന മൗനം ദുരന്തം സൃഷ്ടിച്ചു. പ്രശ്നങ്ങൾ കണ്ടിട്ടും ഇടപെട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. ഇഡിക്കെതിരെ കടുത്ത നിലപാടെടുക്കുന്നതിൽ ജില്ലാ നേതൃത്വം പരാജയപ്പെട്ടു. രണ്ടാം പിണറായി സർക്കാരിന് പ്രവർത്തന മികവില്ലെന്ന് പൊതുചർച്ചയിൽ വിമർശനം ഉയർന്നു. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്ന് പൊതുചർച്ചയിൽ ആരോപണം ഉയർന്നു. വിവരങ്ങളുമായി ലെവിൻ കെ വിജയൻ ചേരുകയാണ്. ലെവിൻ, സർക്കാരിനെതിരെയുമുണ്ട് വിമർശനം. അത് രൂക്ഷമായി തന്നെ ഉണ്ട് എന്നത് മാത്രമല്ല, അത് പ്രഖ്യാപിച്ച പദ്ധതികൾ തന്നെ നടപ്പാക്കുന്നില്ല എന്ന കാര്യം, പ്രത്യേകിച്ച് ഒരു സർക്കാർ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, ഒരു തെരഞ്ഞെടുപ്പ് കാലം വരാനിരിക്കുമ്പോൾ. തീർച്ചയായും രുചി, സംസ്ഥാന സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ തന്നെയാണ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നത്. ജില്ലാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം നടന്ന പൊതുചർച്ചയിലാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവിനെതിരെ പ്രതിനിധികൾ വിമർശനം ഉന്നയിച്ചത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരുടെ പ്രവർത്തനം മികച്ചതായിരുന്നുവെന്നും എന്നാൽ രണ്ടാം സർക്കാരിന്റെ കാലത്തെ പ്രവർത്തനത്തിൽ പോരായ്മകൾ ഉണ്ട് എന്നുള്ളതുമാണ് പ്രധാനപ്പെട്ട വിമർശനങ്ങളായി വരുന്നത്. പ്രകടന പത്രികയ്ക്കെതിരെയും വിമർശനങ്ങൾ ജില്ലാ സമ്മേളനത്തിൽ ഉയർന്നിരുന്നു. രണ്ടാമത്തെ സർക്കാരിന് രൂപീകരണവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പ്രകടന പത്രികയിൽ ഒട്ടേറെ നടപ്പിലാക്കാൻ കഴിയാത്ത വാഗ്ദാനങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇത് പൂർത്തീകരിക്കാനാവാത്ത പദ്ധതികളെ കുറിച്ച് പറയുന്നത് പോലെ തന്നെയായി മാറിയെന്നുമായിരുന്നു പ്രതിനിധികളുടെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട വിമർശനം. വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചുവെന്നായിരുന്നു പ്രധാനപ്പെട്ട വിമർശനങ്ങൾ ഇത് ചൂണ്ടിക്കാട്ടി ഉയർന്നത്. തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക വീട്ടമ്മമാരുടെ പെൻഷൻ നൽകാമെന്നുള്ളൊരു വാഗ്ദാനം നൽകി. പക്ഷേ രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന കാലത്തും പദ്ധതി നടപ്പിലാക്കാൻ കഴിയാത്തത് വിമർശനങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും പ്രതിനിധികൾ പറയുന്നു. പെൻഷൻ വർദ്ധിപ്പിക്കണമെന്ന് പറഞ്ഞെങ്കിലും അത് നടപ്പിലാക്കാനായില്ല. ഇത്തരത്തിൽ അതിരൂക്ഷ വിമർശനങ്ങളാണ് സമ്മേളനത്തിൽ ഉയർന്നത്. കരുവന്നൂർ വിഷയത്തിൽ പ്രതിരോധ നടപടികൾ സ്വീകരിക്കുന്നതിൽ അല്ലെങ്കിൽ ആ തട്ടിപ്പ് തടയുന്നതിൽ നേതൃത്വം വലിയ വീഴ്ച വരുത്തി എന്നുള്ള വിമർശനവും സമ്മേളനത്തിൽ ഉയർന്നിരുന്നു.